ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മാങ്ങ സീസണൊക്കെ ആയല്ലോ. അപ്പോൾ മാങ്ങ നമുക്ക് അച്ചാറിട്ട് അധികം നാൾ കേടുകൂടാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മാങ്ങ എല്ലാം തന്നെ ഞെട്ട് കളഞ്ഞെടുക്കുക. ഞെട്ടോടുകൂടിയാണ് കിട്ടിയ നല്ല തൊലി കനക്കുറവുള്ളതാണ്. അപ്പം ഞാൻ അധികം തൊലി കളയുന്നില്ല. കറി ഇടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഞെട്ട് കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെള്ളം വാലയ്ക്ക് വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് കഴുകി വെച്ചാൽ മതി. കറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടെടുക്കാം ആദ്യം. അപ്പം നമ്മൾ തന്നെ മാങ്ങ എല്ലാം ഞാൻ ഞെട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതേ കറയുണ്ട്. ഇനി ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഓരോന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങ എല്ലാം നന്നായിട്ട് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഞാൻ തന്നെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്കിതിന് ഞാൻ അധികം തൊലി ചെത്തിക്കളയുന്നില്ല. കട്ടിയില്ലാത്ത തൊലി ആയതുകൊണ്ട് ചിലതൊക്കെ തന്നെ ഇവിടെ വീണതിൻ്റെ ചതവൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് തോർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഇത് തൊലിയോടുകൂടിയാണ്. തൊലി ചെത്തിയപ്പോഴത്തേന് തൊലിക്ക് നല്ല കനക്കുറവാണ്. അപ്പം തൊലിയോടുകൂടിയാണ് ഞാൻ എടുക്കുന്നത്. തൊലി ആദ്യം 2 മാങ്ങ ഞാൻ തൊലി ഇല്ലാതാണ് ചെത്തിയെടുത്തത്. പിന്നെ തൊലിയോടുകൂടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇങ്ങനെടുത്ത് ഞാൻ ഒത്തിരി ചെറിയ കഷ്ണങ്ങളും ആക്കുന്നില്ല, ഒത്തിരി വലിയ കഷ്ണങ്ങളും ആക്കുന്നില്ല. അരിഞ്ഞ് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് പുരട്ടി ഇന്നത്തെ രാത്രി വെച്ചിട്ട് നാളെ ഞാനൊന്ന് വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുക്കാവുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് കടുമാങ്ങ റെഡിയാക്കാം. ഇപ്പം മാങ്ങ ഉപ്പും മഞ്ഞളും എല്ലാം പറ്റിയതുകൊണ്ട് ഇത്രയും വേണം കണ്ടോ. ഇനി ഇതിൽ നമുക്ക് പാത്രത്തിലോട്ട് ഇതെടുത്തിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ മാങ്ങയിൽ നിന്നിറങ്ങിയ വെള്ളമാണ് അതിൻ്റെ ഇത്രയും കണ്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളം നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ മാങ്ങ ഇവിടെ വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിൽ വെച്ച് കൊണ്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പച്ചമുളക് ഞാൻ ഇതിലെടുക്കുന്നില്ല, അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കടുകിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കടുകെല്ലാം ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചതാണ്. ഉലുവപ്പൊടി നമ്മൾ ഗ്യാസ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓഫ് ചെയ്ത് കൊടുക്കണം. കായപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇച്ചിരി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അധികം വിനാഗിരി ഞാൻ ഉപയോഗിക്കുന്നില്ല. വീണ്ടും നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്ലോ ആക്കി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറിയ ശേഷം നമുക്ക് ബോട്ടിലിൽ പാക്ക് ചെയ്യാം.
നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മാങ്ങയച്ചാർ ഇതേണ്ട ഇവിടെ ആരി ഒരു ദിവസം ഞാൻ ഇത് പുറത്ത് തന്നെ വെച്ചിരുന്നുണ്ട്. ഇനിയിപ്പം ബോട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. ഇപ്പം നമ്മൾ നല്ലെണ്ണ ഇവിടെ ചൂടാക്കി ആക്കിയിട്ട് അത് ആറിച്ച് ചൂട് മാറിയിട്ടുണ്ട് അതിൻ്റെ. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തൊന്ന് ചുറ്റിക്കാം 4 ഭാഗവും. എന്നിട്ട് ഇതിന് ശേഷം ഇതിലേക്ക് അച്ചാർ നിറയ്ക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് 4 ഭാഗവും നന്നായിട്ട് ചുറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബോട്ടിലേക്ക് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ കുപ്പിയിലെല്ലാം മാങ്ങ നിറച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അരച്ച് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ബോട്ടിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിലെല്ലാം നിന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 3 കിലോ മാങ്ങയാണ് അച്ചാറിട്ട് 5 ബോട്ടിലേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിത് ഉണക്കിയെടുത്തത് കൊണ്ട് അത് നന്നായിട്ട് മാങ്ങയുടെ വെള്ളം എല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.